പുതിയ സ്കൂളിലെ ആദ്യ പ്രവേശനോത്സവം ആഘോഷമാക്കി ടെക്നിക്കൽ സ്കൂൾ വിദ്യാർത്ഥികൾ. ഈരാറ്റുപേട്ട ആനിയിളപ്പിൽ പ്രവർത്തിക്കുന്ന തീക്കോയി ടെക്നിക്കൽ സ്കൂളിലെ 8ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികളുടെ പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ ഉദ്ഘാടനം ചെയ്തു. തീക്കോയി പഞ്ചായത്തിലെ വാടക കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യങ്ങളോടെ പ്രവർത്തിച്ചിരുന്ന സ്കൂൾ ഈരാറ്റുപേട്ട നഗരസഭയിൽ ആനിയിളപ്പിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയ ശേഷമുള്ള ആദ്യ വിദ്യാഭ്യാസ വർഷാരംഭമാണിത്. സ്കൂൾ സൂപ്രണ്ട് രോഹിത് എം അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീമ നാസർ മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപകരായ വിപിൻ ജി കൃഷ്ണ, രാജൻ പി, ബിജു വി, ധനേഷ്, ഹെഡ് ക്ലർക്ക് പ്രദീപ് ആർ.എസ്. എന്നിവർ ആശംസയർപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റ് ഷംനാസ് PH സ്വാഗതവും HST ലീന നന്ദിയും പറഞ്ഞു. സ്കൂളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും അവർക്ക് പ്രചോദനം നൽകി അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അവര് അതിനുവേണ്ടി ഒരു എഫേർട്ട് എടുത്ത അധ്യാപകർക്കും ഒരു അഭിനന്ദനങ്ങൾ പറയാൻ ഈ ഒരു അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുന്നു. നമ്മൾ 1960കളിലാണ് നമ്മളെ ഒരു ടെക്നിക്കൽ സ്കൂള് എന്ന ഒരു കൺസെപ്റ്റ്, ഒരു ആശയം മുന്നോട്ട് വെച്ചത്. നമുക്കിവിടെ ഒരു ടെക്നിക്കൽ സ്കൂള്, നമ്മുടെ ഈ ഒരു സ്ഥാപനം നേരത്തെ വാടക ബിൽഡിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അന്ന് 1982 തോന്നുന്നു ഈ ഒരു സ്ഥാപനം രൂപീകരിച്ചു. അപ്പോൾ അങ്ങനെ നമുക്കൊരു 45ഓളം വർഷമായിട്ട് ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു. നമ്മുടെ തീക്കോയി അല്ലെങ്കിൽ ഈരാറ്റുപേട്ട സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ കുട്ടികൾക്ക് സൗജന്യമായ സാങ്കേതിക വിദ്യാഭ്യാസം കൊടുക്കുവാനും അതുവഴി ഒട്ടനവധി പ്രതിഭകളെ വാർത്തെടുക്കുവാനും കഴിഞ്ഞ ഒരു സ്ഥാപനമാണ് നമ്മുടെ. ഞാൻ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ 6 വർഷമായി ടെക്നിക്കൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ നിൽക്കുന്ന കുറച്ച് രക്ഷിതാക്കൾക്കൊഴിയെ മറ്റ് രക്ഷിതാക്കൾക്ക് ഇവിടെ എന്താണ് കറക്റ്റായിട്ട് നടക്കുന്നത് എന്നുള്ളത് നമ്മളൊരു ഓറിയന്റേഷൻ ക്ലാസ് നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നൽകുവാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ രക്ഷിതാക്കൾക്ക് വേണ്ടി നൽകിയ അവസരത്തിൽ നമ്മൾ ഒരു ഓറിയന്റേഷൻ ക്ലാസ് നടത്തുവാൻ ഇവിടെ നമ്മൾ ഈ വർഷം ആരംഭിക്കുകയാണ്. അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി കടന്നു ചെല്ലാൻ പോകുന്ന മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് ഏറെ വ്യത്യസ്തമായ ഒരു ആംബിയൻസ് ആണ് ടെക്നിക്കൽ സ്കൂളിലുള്ളത്. നമ്മളെല്ലാം നമ്മുടെ മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കാറുണ്ട്, നമ്മളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. സാധാരണ പ്രവേശനോത്സവം എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികളുടെ കരച്ചിലും ഒച്ചയും ബഹളമൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത്. ഇന്നിപ്പോ ഈരാറ്റുപേട്ടയിൽ നടക്കുന്ന എല്ലാ സ്കൂളുകളിലെയും പ്രവേശനാഘോഷത്തിൽ കുട്ടികളുടെ വലിയ ശബ്ദകോലാഹലങ്ങളായിരിക്കും കാണുക. പക്ഷെ ടെക്നിക്കൽ സ്കൂളിൽ ഇത്ര ശാന്തസുന്ദരമായി എന്തുകൊണ്ടാണ് പ്രവേശനാഘോഷ പരിപാടി നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാം. നമ്മുടെ സ്കൂളിൽ പ്രവേശനം കൊടുക്കുന്നത് 7ാം ക്ലാസ് മുതലാണ്. കുട്ടികള് ആ ഒരു പ്രായമൊക്കെ മാറി വിദ്യാഭ്യാസത്തിന്റെ പക്വമായ ഒരു തലത്തിലേക്ക് ചിന്തിക്കുന്ന പ്രായത്തിലേക്ക് കടക്കുന്നത് കൊണ്ടാണ് ഇത്രയും ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ഇവിടെ ഇത് നടത്താൻ കഴിയുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്കേറെ പ്രിയപ്പെട്ടവരാണ്. എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും വളരെ വേണ്ടപ്പെട്ട ആളുകളൊക്കെയാണ് എല്ലാവരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സ്കൂള് നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ പറഞ്ഞതുപോലെ കുറെ പതിറ്റാണ്ട് കാലമായി തീക്കോയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഈ ടെക്നിക്കൽ സ്കൂൾ ഇന്ന് കഴിഞ്ഞ അധ്യയന വർഷം മുതൽ ആനിയിളപ്പിലേക്ക് ഈരാറ്റുപേട്ട നഗരസഭയുടെ പരിധിക്കുള്ളിലേക്ക് പ്രവർത്തനം മാറ്റി അതിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവേശനാഘോഷ പരിപാടിക്ക് ഇന്നിന്റെ ഈ ദിവസത്തിന് കുറേയേറെ പ്രാധാന്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിന്റെ ഏറ്റവും ആദ്യത്തെ പ്രവേശനാഘോഷമാണ് ഇന്ന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ജൂലൈ മാസത്തോടുകൂടിയാണ് നമ്മൾ ഈ ക്യാമ്പസിലേക്ക് സ്കൂള് പ്രവർത്തിച്ചു വന്നത്. അപ്പൊ ഇത് പ്രവേശനാഘോഷത്തിന്റെ 1ാം പടിയാണ്. രണ്ടാമത്തെ പ്രത്യേകത നമുക്കറിയാം, കേരളത്തിൽ പുതിയൊരു ഭരണമാറ്റം വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഭരണത്തിൽ ഒരു ചേഞ്ച് വരുമ്പോഴത്തേക്കും ജനങ്ങൾക്കെല്ലാം, നമുക്കെല്ലാവർക്കും, രാജ്യത്ത് ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു വലിയ പ്രതീക്ഷയാണ്. പ്രിയപ്പെട്ട VD സതീശൻ അവരുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ശംസുദ്ദീൻ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള പുതിയൊരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി വലിയ പ്രതീക്ഷയോടുകൂടി നമ്മളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു കാലമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ നിലയിൽ ഒരു പ്രതീക്ഷയുള്ള ഒരു വർഷങ്ങളായി മുമ്പോട്ടുള്ള കാലങ്ങൾ മാറട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതോടൊപ്പം ഈ സ്കൂളിനെ സംബന്ധിച്ച് നമുക്കറിയാം ടെക്നിക്കൽ സ്കൂളിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് ഒരുപക്ഷെ നമുക്കറിയാം വിദ്യാർത്ഥികളിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിരുചികൾ, ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ ടേസ്റ്റാണ്.
എന്റെ മൂത്ത മകനും ടെക്നിക്കൽ സ്കൂൾ പാലാ ടെക്നിക്കൽ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. അപ്പൊ ആ നിലയിൽ 7ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 8ാം ക്ലാസ് മുതൽ കുട്ടികൾക്കുള്ള പ്രത്യേകമായ കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി അല്ലെങ്കിൽ എന്താ പറയാ കഴിവ്, ആ നിലയിൽ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിലേക്ക് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും മാറ്റിക്കൊണ്ടു പോകുന്ന ഒരു വ്യത്യസ്തമായ ചിന്താഗതിയാണ് ഈ ടെക്നിക്കൽ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ക്യാമ്പസായി നമ്മുടെ സ്കൂള് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാണ് ഈ സ്കൂളിന്റെ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോവേണ്ട കാവലാളുകൾ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. നമ്മളിപ്പം ഇവിടെ സംസാരിച്ചവരൊക്കെ പറഞ്ഞതിൽ നിന്നും നമ്മുടെ എവിടെ ഒരു സ്കൂളിൽ പോയി നമ്മൾ നോക്കിയാലും അവിടെ പേരൻസ് ആയിട്ട് വരുന്നത് മദേഴ്സ് മാത്രമാണ്. സാധാരണ ഞാൻ ഈ PTA അങ്ങനെ പല കാര്യങ്ങളും സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടുതൽ അമ്മമാരെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് ഉപ്പമാരെയും ഇവിടെ കാണാൻ സാധിച്ചു. വളരെയേറെ സന്തോഷം. സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഫസ്റ്റ് പറയുമ്പോഴേ ടീച്ചേഴ്സ് പറയും, നിങ്ങൾ രണ്ടുപേരും കൂടി മക്കളുടെ കാര്യത്തിന് വരണം, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കണമെന്ന്. ഇവിടെ അങ്ങനെ ഒരു കാര്യം കാണാൻ സാധിച്ചത് വളരെയേറെ സന്തോഷമാണ്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവിടെയുള്ള കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള അറിവുകളും അതിലേറെ അവർക്ക് ടെക്നിക്കൽ സംബന്ധമായ മറ്റു വിഷയങ്ങളും പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണിത്. ഇവിടെ സാറിനോട് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുകയുണ്ടായി. അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇവർക്ക് ഹിന്ദിയും ബയോളജിയും ഒഴിവാക്കിക്കൊണ്ട് 3 ടെക്നിക്കൽ സംബന്ധമായ ഈ സ്കൂളിന്റെ നമ്മുടെ പഠന പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 3 പ്രത്യേക സബ്ജക്റ്റുകൾ നമ്മുടെ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ളതുപോലെ ഈ ടെക്നിക്കൽ സ്കൂളിൽ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ പക്ഷെ ഇവർക്ക് യഥാർത്ഥത്തിൽ വർക്ക് ലോഡ് കൂടുതലാണ്. ഇവര് പക്ഷെ ഈ വന്നിരിക്കുന്ന കുട്ടികളെല്ലാം ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റഡ് ചൈൽഡ്സ് ആണ്. അവർക്ക് പ്രത്യേകമായ ഒരു കഴിവുള്ളത് കൊണ്ടാണ് നമ്മുടെ പേരൻസ് അവരെ ഇങ്ങനെ ഒരു സ്കൂളുകളിൽ വിടാൻ പ്രാപ്തരായത്.